നിമിഷപ്രിയയെ 16/7/2025 യമനിൽ തൂക്കിക്കൊല്ലുമെന്നാണ് വാർത്ത. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകാതെ ഇനി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഡൽഹി സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇടപെടണം എന്ന് അവിടെ സീനിയർ അഡ്വക്കേറ്റ് രാഘേന്ദ് ബസന്ത് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജസ്റ്റിസ് സുധാംശു ധൂലിയയും ജസ്റ്റിസ് ജോയ് മല്യ ബഖതും ആണ് അത് പരിഗണിക്കുന്നത്. കോടതിയുടെ തിരക്ക് കാരണം ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വളരെ അസൗകര്യമുണ്ടെങ്കിലും കോടതി അത് 14-ാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതിയാണ് തൂക്കിക്കൊല അയാളെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ സുപ്രീം കോടതി അത് അനുവാദം കൊടുത്തു കഴിഞ്ഞു. ജയിലധികൃതർ സുപ്രീം കോടതിയിൽ നിന്ന് അനുവാദം എത്തിക്കഴിഞ്ഞു. 16/7/2025 തൂക്കിലേറ്റുമെന്നാണ് കരുതുന്നത്. തലാൽ അബു മഹ്ദി എന്ന യമൻകാരനെ 2017 നിമിഷപ്രിയ കൊന്നു. അതുകൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കൂടെ ജോലി ചെയ്തൊരു ലേഡിയും യമൻകാരിയും അവർക്ക് ജീവപര്യന്തവും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുമാണ് നടപ്പാക്കാൻ യമൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. 14-ാം തീയതി സുപ്രീം കോടതി ഇത് പരിഗണനയ്ക്കെടുത്തെങ്കിലും പിന്നെ 2 ദിവസമേ ഉള്ളൂ. ആ 2 ദിവസത്തിനിടയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. സുപ്രീം കോടതി ജസ്റ്റിസ് ഈ കാര്യത്തിൽ തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ പരാതി കേൾക്കാം എന്ന് പറഞ്ഞാണ് 16-ാം തീയതി അതിന് 2 ദിവസം മുമ്പ് 14-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവരുടെ അഭിപ്രായം കേട്ട ശേഷം അനുകൂലമായ ഒരു വിധി ഉണ്ടായാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതി ഓർഡർ പ്രകാരം യമൻ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ അടുപ്പക്കാരായ ഇറാൻ മുഖേനയോ കാര്യങ്ങൾ നീക്കിയാൽ നമുക്ക് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ് കരുതുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ കാര്യത്തിൽ നേരത്തെ ഇടപെട്ടിട്ടില്ല. അവിടുത്തെ ഡൽഹിയിൽ നേരത്തെ 2-3 പ്രാവശ്യം വന്നപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് അവരുടെ അഭിപ്രായം പറഞ്ഞില്ല. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അവിടുത്തെ ഒരു യമൻ പൗരനെ കൊന്ന കേസാണ്. അത് നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്നാണ് കൊന്നത്. അതവിടെ ലോവർ കോടതിയിൽ അതിൻ്റെ ട്രയൽ നടന്നു. അവിടുത്തെ ഹയർ കോടതിയിൽ അതിൻ്റെ അപ്പീൽ കേട്ടു. അവിടുത്തെ സുപ്രീം ഉന്നത കോടതിയിലും അപ്പീൽ കേട്ടു. ഇനി അതിനകത്ത് മോചനമില്ല, ആ തൂക്ക് നടപ്പാക്കും എന്നാണ് വാർത്തകൾ വരുന്നത്. നിമിഷപ്രിയയുടെ അമ്മ പാലക്കാട് നിന്ന് അവിടെ യമനിലുണ്ട്. അവരുമായിട്ട് ഡൽഹിയിലുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് ഇതിനകത്ത് ആദ്യമായിട്ട് മലയാളിയെ അവരാണ് ഇടപെട്ടിരുന്നത്. ആ സമയത്തൊക്കെ അവർ എന്നെ വിളിച്ചിരുന്നു. ഡൽഹിയിൽ ഇപ്പം അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ യമനിലെ ചില പൊതുപ്രവർത്തകരും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ഇന്ത്യക്കാരും മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇതിനു വേണ്ടി പൊരുതുന്നുമുണ്ട്. പക്ഷേ കാര്യങ്ങൾ അവരുടെ പിടിയിൽ ഒതുങ്ങിയില്ല. ബ്ലഡ് മണി 70 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ബ്ലഡ് മണി 70 ലക്ഷം രൂപ കൊടുക്കാനും റെഡിയാണ്. വീട്ടുകാർ അത് വാങ്ങാനും റെഡിയാണ്. അവരുടെ വീട്ടുകാരെയെല്ലാം ഇവിടെ നിമിഷപ്രിയയുടെ അമ്മയും അവിടുത്തെ പൊതുപ്രവർത്തകരായ മലയാളികളും എല്ലാം പോയി കണ്ട് അവർ വാങ്ങാം, അത് ഇതിനകത്ത് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞെങ്കിലും ആ ട്രൈബിലുള്ള മറ്റ് ചില വ്യക്തികൾ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ഭയമായി. അവരുടെ അംഗീകാരമില്ലാതെ ഇവർക്ക് പണം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ആ യമനിലുള്ള ആ പ്രത്യേക ട്രൈബ് വിഭാഗത്തിലുള്ള ഒരാളാണ് ഈ മരണപ്പെട്ടത്. അതുകൊണ്ട് അയാളെ കൊന്നയാളെ കൊലയ്ക്ക് വിധേയമാക്കി പറ്റുള്ളൂ. നിങ്ങൾ 70 ലക്ഷം വാങ്ങരുത് എന്നാണ് യമനിലുള്ള ഈ തീവ്രവാദികൾ പറയുന്നത്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ 2-3 സ്ഥലങ്ങളിൽ റീജിയണലായിട്ട് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. എങ്കിലും ഇറാനുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അവിടുത്തെ ഹൂതികൾ യമനിലെ ആ റീജിയണൽ ഗവൺമെൻറ്റുമൊക്കെ ഇറാനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് ഇറാനിൽ കൂടെ ഈ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നെങ്കിലും അതൊന്നും വിജയത്തിലെത്തിയില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക്
കാരണം അവിടുത്തെ ഒരു പൗരനെ കൊന്ന കേസിലെ പ്രതിയാണ് നിമിഷപ്രിയ. അതിനുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾ മുഴുവൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിശോധിച്ചിട്ടുണ്ടാവും. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ഇന്ത്യക്കാരനെ വേറെ വിദേശത്തുള്ള ഒരാൾ വന്ന് കൊന്നു കഴിഞ്ഞാൽ ഇവിടെ ആ രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് വരുന്നെങ്കിൽ ആ രാജ്യത്തിന് അതുപോലെ ഇടപെടാൻ കഴിയില്ല. ഇന്ത്യക്കാരനെ കൊന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് അതിനകത്തുനിന്ന് ഒരു എക്സ്ക്യൂസ് കൊടുക്കാനും കഴിയത്തില്ല. അങ്ങനെയുള്ള നിയമപ്രശ്നങ്ങളും ബുദ്ധിപരമായ പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. എങ്കിലും സുപ്രീം കോടതി ഇത് ഫയൽ സ്വീകരിച്ചതുകൊണ്ട് ഇത് പഠിച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡയറക്ഷൻ അവിടുത്തെ യമൻ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇറാനിൽ കൂടെ അത് നടപ്പാക്കുകയോ ചെയ്താൽ നമുക്ക് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താമെന്നാണ് ഞാൻ കരുതുന്നത്.